പെന്തക്കോസ്തയ്ക്കായി അമ്മ സഭയൊരുക്കുകയാണ്. ഒരു പുതിയ പെന്തക്കോസ്തയ്ക്കായി, പരിശുദ്ധാത്മാവിന്റെ ഒരു പുത്തൻ അഭിഷേക പ്രവാഹത്തിനായി അമ്മ സഭയെ ഒരുക്കുന്നൊരു കാലം. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സഭ അനുഭവിക്കുന്ന ഈ ഈറ്റുനോവിനപ്പുറം സഭയ്ക്ക് ഒരു പുതിയ പെന്തക്കോസ്ത സഭയുടെ ഉടമസ്ഥനും സഭയുടെ മണവാളനുമായ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അത് വെളിപ്പെടുന്നതിന് ആവശ്യമായ ഒരു ഈറ്റുനോവാണ് ഇന്ന് സഭ അനുഭവിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യ പെന്തക്കോസ്തയ്ക്ക് ശിഷ്യന്മാരെ ഒരുക്കിയത് പരിശുദ്ധ അമ്മയാ. ദൈവമക്കളെ, അപ്പോസ്തല പ്രവൃത്തി 1:14 പറയുന്നുണ്ട്, പേടിച്ചിരണ്ട അസ്വസ്ഥരായ നിരാശിതരായ ശിഷ്യന്മാരെ ഒരുമിച്ച് വിളിച്ച് അമ്മ അവിടെ മധ്യേ പ്രാർത്ഥിക്കുകയാണ്. എന്തിനു വേണ്ടി? പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിനു വേണ്ടി, പരിശുദ്ധാത്മ അഭിഷേകത്തിനു വേണ്ടി, പരിശുദ്ധാത്മ പ്രവാഹത്തിനു വേണ്ടി, പരിശുദ്ധാത്മാവിന്റെ അഗ്നി കത്താൻ വേണ്ടി അമ്മ അവരുടെ മധ്യേ ഇരുന്ന് പ്രാർത്ഥിക്കുക. അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? പരിശുദ്ധാത്മ ശക്തിയാൽ, പരിശുദ്ധാത്മ അഭിഷേകത്താൽ, പരിശുദ്ധാത്മ സാന്നിധ്യത്താൽ ഞാനും നിങ്ങളും പൂരിതരാകാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 2:1 പറയുന്നുണ്ട്, അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം ആകാശത്ത് നിന്നുണ്ടായി. ഇതാ തീനാവിൻ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. 2:4 പറയുന്നു, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. വലതുകരം ഉയർത്തി പരിശുദ്ധാത്മാവിന്റെ നിറവ് അനുഭവിക്കാൻ, പരിശുദ്ധാത്മ ശക്തിയിൽ നിറയാൻ, പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കള് ഉച്ചത്തിലൊന്ന് പറഞ്ഞേ, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അതുകൊണ്ട് സഭ ഇന്ന് പീഡനത്തിലൂടെ, സഭ ഇന്ന് സഹനങ്ങളിലൂടെ, സഭ ഇന്ന് അവഹേളനങ്ങളിലൂടെ, സഭ ഇന്ന് കൊടിയ വേദനകളിലൂടെ കടന്നു പോകുന്നത് ഈ പുതിയ പെന്തക്കോസ്തയ്ക്ക് ഒരുക്കമായിട്ടുള്ള ഈറ്റുനോവാണ്. ദൈവമക്കളെ, സഭ തീരാൻ പോവല്ല. പൊതുസമൂഹത്തിൽ സഭ അവഹേളിക്കപ്പെടുന്നു. നമ്മുടെ കുളി അല്പം തോന്നുന്നു സഭ തീരാൻ പോവാണ്. അല്ല ദൈവമക്കളെ, സഭ അതീവ ശക്തയായി, അതീവ കൃപയോടെ, ലോകത്തിൽ ശക്തിയോടെ വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ ഒരുക്കമായിട്ടാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകള് ഇന്ന് പല പ്രത്യക്ഷീകരണങ്ങളിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2013 ഞാൻ ആ സംഭവം വിവരിക്കുന്നില്ല. മെജുഗുറിയായിൽ അവിടെ കടന്നു ചെല്ലാൻ അമ്മ എന്നെ സഹായിച്ചു. എൻ്റെ ദൈവമക്കളെ, അവിടെ എല്ലാ മാസവും അമ്മ ആ കുന്നിൻ ചെരുവിലേക്ക് ഇറങ്ങി വരും. ഞാൻ ഓർക്കുന്നു, ഏകദേശം 9 മണി സമയമായിട്ടുണ്ടായിരിക്കും. ഞാനിത് ചുമ്മാ വെച്ച് കെട്ടി പറയല്ല. ആ പ്രത്യക്ഷീകരണത്തിന് അരമണിക്കൂർ മുൻപ് ലോകത്തിന് വിവിധ ദിക്കുകളിൽ നിന്ന് 10,000 സമ്മേളിച്ചിരിക്കുകയാണ് അവിടെ. 10,000. ഈ സമയത്ത് പെട്ടെന്ന് അന്തരീക്ഷ മണ്ഡലം മാറാൻ തുടങ്ങി, ദൈവസാന്നിധ്യം വ്യാപരിക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ അല്പം കഴിഞ്ഞപ്പോൾ എൻ്റെ മേൽ ശക്തമായ ദൈവശക്തി ഇറങ്ങുന്നൊരു അനുഭവം. അറിയാതെ ഞാൻ വിതുമ്പി കരയാൻ തുടങ്ങി, പൊട്ടി കരയാൻ തുടങ്ങി. ഞാൻ എൻ്റെ പോക്കറ്റിൽ കർച്ചീഫ് എടുത്ത് ഞാൻ എൻ്റെ മുഖം തുടക്കി, കണ്ണീരൊക്കെ തുടക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ ഞാനിങ്ങനെ വിതുമ്പി കരയാ. ഞാൻ ചിന്തിച്ചു, എന്നാ ഞാൻ ഈ കാണിക്കുന്നത്? ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ മാത്രമല്ല, അടുത്ത് നിൽക്കുന്ന സകലരും ഇതുപോലെ വിതുമ്പി കരയാ. അത്രമാത്രം ശക്തമായ അളവിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അന്തരീക്ഷ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്നൊരു സത്യം സ്വർഗം എന്നെ പഠിപ്പിച്ചു. എന്റെ യുക്തിയും ബുദ്ധിയൊക്കെ ഞാൻ താഴെയിട്ടു. എനിക്കൊരു കാര്യം മനസ്സിലായി, പരിശുദ്ധ അമ്മ മാതാവ് എവിടെയുണ്ടോ അവിടെ പരിശുദ്ധാത്മാവിന്റെ നിറസാന്നിധ്യമുണ്ട്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ പരിശുദ്ധാത്മാവിന്റെ നിറസാന്നിധ്യമാണ്. ദൈവമക്കളെ, ഇനി ശ്രദ്ധിക്കാൻ നിങ്ങള്, ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴല്ലോ, ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. ശക്തമായ ഡെലിവറൻസുകള്, പിശാചുകൾ അലറി വിളിച്ച് അട്ടഹാസങ്ങള്, കൂവിച്ചകള്, ബഹളങ്ങള്,
അന്തരീക്ഷത്തിൽ ഉയരുകയാണ്. ആരും അവിടെ ഡെലിവറി സ്പ്രേ നടത്തുന്നില്ല, കൈവച്ച് പ്രാർത്ഥിക്കാൻ പോയിട്ടില്ല, ആരും അവിടെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അതിശക്തമായ ഡെലിവറൻസുകൾ, പൈശാചിക രൂപികൾ, പൈശാചിക പീഡകൾ ജനത്തിൽ നിന്ന് വിട്ടുപോകുന്നു. കർത്താവ് വീണ്ടും ഒരു കാര്യം പഠിപ്പിച്ചു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ ശക്തമായ ഡെലിവറൻസുകളുണ്ട്, ശക്തമായ വിടുതലുകളുണ്ട്. അവിടെ പരിശുദ്ധാത്മ ശക്തി വെളിപ്പെടും. അവിടെ പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങും. പ്രിയപ്പെട്ടവർ, ഏകദേശം ഒരു 26-27 വീൽ ചെയർ വന്നിരിക്കുന്നവരൊക്കെ ഉണ്ട്. ഞാൻ പ്രകടമായി എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ആ വീൽ ചെയറിൽ നിന്ന് 3 പേരെ ആരും അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ടില്ല. അവർ തനിയെ എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ സ്തുതിച്ച് പരിശുദ്ധ ജപമാല കൈകളിലെടുത്ത് അമ്മ മാതാവിനോട് ചേർന്ന് അവർ കർത്താവിനെ മഹത്വപ്പെടുത്തി. പരിശുദ്ധ അമ്മ മാതാവ് എവിടെയുണ്ടോ അവിടെ അത്ഭുത രോഗശാന്തികളുണ്ട്, അത്ഭുത രോഗശാന്തികൾ. ഇതൊക്കെ ആരാ കൊടുക്കുന്നത്? പരിശുദ്ധാത്മാവാ. കാരണം പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയ പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ അമ്മയുടെ സ്വന്തമല്ല, അത് പരിശുദ്ധ ത്രിത്വത്തിന്റെ മുന്നറിയിപ്പുകളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് സ്വർഗത്തിന്റെ പ്രവചനങ്ങളാണ്. ഹല്ലേലൂയ. അവൾ സ്വർഗത്തിന്റെ വാഗ്ദാവാണ്. ഞാൻ പറഞ്ഞു, അമ്മേ, അങ്ങനെയാണെങ്കിൽ ഈ സമയം മുതൽ ഇതാ സ്വർഗമേ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളിൽ ഞാൻ ധീരതയോടെ ശക്തമായി അമ്മയിലൂടെ ഈ കാലഘട്ടത്തിന് നൽകപ്പെടുന്ന സ്വർഗത്തിന്റെ പ്രവചനങ്ങൾ ഞാൻ പ്രഘോഷിക്കും.